പിന്നെ ഇന്ന് യഥാർത്ഥത്തിൽ ജയറാം പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ പേര് വെളിയിലായത്. അതിനും അന്നായിരുന്നു, അന്ന് ഡൽഹി വരെ ചെന്നെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നൊക്കെ ആൾക്കാർ നമുക്ക് അയച്ചു തന്നായിരുന്നു. ഇങ്ങനെ നിങ്ങളുടെ ക്ഷേത്രത്തിൽ നിന്ന് വാതിൽ കൊണ്ടുപോയതിൻ്റെ പടം അല്ലെ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഇത്രയും വിവാദമായത്, അല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയും വാർത്തയായത് ജയറാം എന്ന് പറഞ്ഞിട്ടാണ്. പുള്ളി ചങ്ങനാശ്ശേരിയിലൊരു സ്ഥലമെന്നേ പറഞ്ഞുള്ളായിരുന്നു. അത് നമ്മുടെ ക്ഷേത്രത്തിൽ നിന്നാണ്. അത് കൊണ്ടുപോയത് 2017 ഇപ്പം നമ്മൾ 18 പടി കയറി ചെല്ലുമ്പം കാണുന്ന ആ 2 മണി നമ്മുടെ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുപോയതാണ്. ഇവർ തന്നെയാണ് അന്നും അതിൻ്റെ സ്പോൺസർമാർ. അതിന് ശേഷമാണ് 2019 ഈ വാതിൽ കൊണ്ടുവന്നത്. ഈ വാതിലിൻ്റെ ആദ്യ പണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ തേക്ക് തടിയിൽ തീർത്ത സാധനം ഇവിടുന്ന് ഗുരുവായൂർ കൊണ്ടുപോയി അവിടുത്തെ ഒരു നന്ദനാചാരി എന്ന ഒരു തച്ചനാണ് വാതിൽ പണിത് തിരിച്ചു കൊണ്ടുവന്നിട്ട് അത് ചെന്നൈക്ക് കൊടുത്ത് പ്ലേറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോയത്. അതിനുശേഷം ഈ മാർച്ച് 10-ാം തീയതി രാവിലെ 6 മണിയോട് കൂടിയാണ് നമ്മുടെ ക്ഷേത്രത്തിൽ കൊണ്ടുവരുന്നത്. അവിടെ കൊണ്ടുവന്ന് ആനക്കോട്ടിൽ വെച്ചാണ് ഇതിൻ്റെ കവറിങ് തന്നെ പൊളിക്കുന്നത്. അതുവരെ അത് ഭദ്രമായിട്ട് തന്നെ അഴിക്കുക, വഴിക്കെങ്ങും ഒരിടത്തും അഴിച്ചില്ല. അതിൻ്റെ സീല് അഴിക്കുക എന്ന് പറയുന്നത് നമ്മുടെ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാണ്. നമ്മൾ മേശാന്തി അതിനൊരു പൂജ നടത്തി അതിന് ശേഷമാണ് ജയറാം പൂക്കൾ വന്ന് ഇത് അമ്പലപ്പുഴ പേട്ടകെട്ടുകാരുടെ ഒരു രഥം ഉണ്ടായിരുന്നു. അത് അലങ്കരിച്ച് ഘോഷയാത്രയായിട്ട് 8-10 അമ്പലങ്ങളിൽ പോയതിന് ശേഷമാണ് പമ്പയിലോട്ട് ചെല്ലുന്നത്. ഒരു 10-11 കൂടിയാണ് നമ്മുടെ ക്ഷേത്രത്തിൽ നിന്ന് അത് കൊണ്ടുവന്നത്. ആദ്യമായിട്ട് അഴിക്കുന്നത് നമ്മുടെ അവിടെ വന്നു കഴിഞ്ഞാണ്. കാരണം അതിൻ്റെ സീല് പോലും അങ്ങനെയായിരുന്നു. ദേവസ്വത്തിൻ്റെ അനുവാദമൊക്കെ ചോദിച്ച് വാങ്ങിച്ച് ദേവസ്വത്തിലെ ജീവനക്കാരുണ്ടായിരുന്നു. നമ്മുടെ പഴയ MLA പത്മകുമാർ ഉണ്ടായിരുന്നു. വിവിധ ആൾക്കാരുണ്ടായിരുന്നു. അതെ. ഇത് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും രീതിയിലുള്ളൊരു പണപ്പിരിവോ അല്ലെങ്കിൽ ഈ വഴിപാടോ ഇതിനു വേണ്ടി എന്തെങ്കിലും നടത്തിയിരുന്നോ? ഇല്ല, നമ്മുടെ നാട്ടിൽ നിന്ന് ആരോട് 1 രൂപ പോലും വാങ്ങിച്ചിട്ടില്ല. ഇത് 5 പേര് കൂടിയാണെന്നാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. അതിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട്, ഒരു അജികുമാർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ CK വാസുദേവൻ്റെ ഒരു തൊട്ടടുത്ത ബന്ധുവാണ്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം അതിനകത്തെ ഒരാളാണ്. രണ്ടാമത് പിന്നെ ഈ വാസുദേവനും അല്പം പണം മുടക്കുണ്ട്. അതിൻ്റെ പെർസെൻറ്റേജ് ഒന്നും എനിക്ക് കൃത്യം അറിയത്തില്ലെങ്കിലും പിന്നെ കർണാടകത്തിൽ നിന്നുള്ള 2 പേരുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 5 പേരാണെന്നാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. വാസുദേവനാണ്. വാസുദേവൻ ഈ അജി എന്ന് പറയുന്നതാണ്, മരിച്ചുപോയ അജി. അദ്ദേഹത്തിൻ്റെ വീട് നമ്മുടെ അവിടെ തന്നെയാണ്. പുള്ളി ബാംഗ്ലൂരിലാണ്, അവിടെ ഒരു വ്യാപാരത്തിലാണെന്ന് മാത്രം. അവിടുത്തെ ഒരു ബിസിനസ്സുകാരനാണ്. ആ കെറോബിനാണ് നമ്മുടെ ഇവിടെ വരുന്നത്. അല്ലാത്തപ്പോഴാണെങ്കിലും അദ്ദേഹം അമ്പലത്തിൽ വരാറുള്ള ഒരാളാണ് ഈ അജി. ആ കെറോബിനാണ് നമ്മുടെ ഇവിടെ വരുന്നത്. അതൊക്കെ അത് കഴിഞ്ഞ 21-ലാണല്ലോ ഈ സ്വർണ്ണപ്പീഠ വിവാദമൊക്കെ വരുന്നത്. അതും ഈ വാസുദേവൻ്റെ കയ്യിലുണ്ടെന്നുള്ള കാര്യം ഞങ്ങളോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അത് ഉപയോഗിക്കാൻ കൊള്ളുകയില്ല, അതിന് വലിപ്പ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഈ വാസുദേവൻ്റെ കൊടുത്തു വിട്ടതാണ്. കാരണം അതവിടെ ഇരിക്കട്ടെ, പിന്നെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞാണ് കൊടുത്തു വിട്ടതെന്ന് വാസുദേവൻ തന്നെ പറയുന്നുണ്ട്. പക്ഷേ അത് ഈ പോയിട്ട് മറന്നുപോയതാണ് ഞങ്ങളുടെയൊക്കെ ഒരു പ്രതീക്ഷ. ഇത് ആരുടെ കയ്യിലായിരുന്നു എന്നുള്ളത്. അതാണ് ഇത്രയും വിവാദമാകാനും ഒരു കാര്യമെന്ന് തോന്നുന്നു. ചിലവൊക്കെ ഞങ്ങളുടെ ചിലവായിരുന്നു, ഉദയസമിതിയുടെ ആയിരുന്നു. അന്നത്തെ ചിലവുകളെല്ലാം അതേ ഉള്ളൂ ഞങ്ങൾക്കൊരു ചിലവെന്ന് പറയാനായിട്ട്. അതിൻ്റെ ആഘോഷത്തിൻ്റെ ആരാധത്തിൻ്റെതും ബാക്കി നോട്ടീസ് അടിച്ചുള്ള അതേ ഇവരും കൂടി ഞങ്ങൾ കൂടി ഞങ്ങളുടെ ഒരു നേതൃത്വത്തിലാണ് നടന്നത്. ഉദയസമിതി പ്രസിഡന്റ്, അങ്ങനെ സെക്രട്ടറി, അങ്ങനെ എല്ലാവരുടെയും നേതൃത്വത്തിൽ തന്നെ നോട്ടീസ് എല്ലാ കാര്യത്തിൽ തന്നെയാണ്. ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ അന്ന് രാവിലെ വന്നതേ ഉള്ളൂ. അതിന് മുമ്പ് അങ്ങനെ ഈ മണി കൊണ്ടുപോകാനായിട്ട് ഒരു പ്രാവശ്യം വന്നു, അതേ ഉള്ളൂ. അവിടെ നമ്മുടെ ഇവിടെ നിന്ന് 1 രൂപ പോലും ഇതിനില്ല. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അതായത് മേശാന്തി വന്ന അത് നമ്മളവിടെ ഏതൊരു കാര്യമാണ്, ഈ മണിയാണെങ്കിലും അത് എന്താണെങ്കിലും ഒരു ക്രിയപോലെ നടത്തുക. കാരണം ഇത് അകലേന്ന് കൊള്ളുന്നൊരു സാധനമാണ്. ഇത് കഴിഞ്ഞ് അവിടെ വെച്ച് കഴിഞ്ഞ് പിന്നെ പമ്പയിലെ ചെന്ന് ഈ സാധനം കാത്തു വെച്ചുള്ളൂ. ഇത് മാത്രം അവിടെ സമർപ്പിക്കുന്നതും വരെ ഞാൻ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. ഇവിടെ നമ്മളെ ഉണ്ടായിരുന്നത്. കാരണം ആദ്യത്തെ ദിവസം 5 മണിയായിപ്പോയി. അന്നേരം പമ്പയിൽ വെച്ചു, അവിടുത്തെ സ്ട്രോങ് റൂമിൽ വെക്കുകയായിരുന്നു. 5 മണി കഴിഞ്ഞാൽ ട്രാക്ടറെ കയറ്റി വിടുകയെന്ന് പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ 6 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ തന്നെ കിടക്കുക ചെയ്ത്. അവിടുന്ന് പിറ്റേ ദിവസം രാവിലെ എല്ലാവരും കൂടെ കൂടിയാണ് കൊണ്ടുപോയത്. ഒരു 10-12 ഇല്ല. എല്ലാവരും ഇറങ്ങി വന്ന് തൊഴുവല്ലോ, അതേ ഉള്ളൂ. അതേ ഉള്ളൂ. പൂജ ഒരിടത്തും ഇല്ലായിരുന്നു. വളരെ വിഷമം തോന്നുന്നുണ്ട്. കാര്യം അതിൽ യാഥാർത്ഥ്യം എന്തായാലും ഉണ്ടെന്നുള്ളത് നമുക്കറിയത്തില്ല. നമ്മൾ വളരെ സന്തോഷത്തോടെ ഞങ്ങളെ എളമ്പള്ളി ഒരു അയ്യപ്പ ക്ഷേത്രമാണ്, ശബരിമല ഒരു അയ്യപ്പ ക്ഷേത്രമാണ്. ഇങ്ങനെ ഒരു ബന്ധങ്ങൾ കിടക്കുന്നതുകൊണ്ട് മാത്രമല്ല, ഒരു ശബരിമല സീസണിൽ ഒരുപക്ഷെ ഒരു ചെറിയ ഗ്രാമം, ഞങ്ങളുടെ 400-450 ഹിന്ദു വീടുകളേ ഉള്ളൂ. ഒരു വീട്ടിൽ ശരാശരി 2 പേര് വെച്ച് ശബരിമലയ്ക്ക് പോകുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ വളരെ ബന്ധമുണ്ട്. അല്ലാതെ മാസപൂജയ്ക്കും എല്ലാം ഒരുപാട് ആൾക്കാർ പോകുന്നതും എല്ലാ രീതിയിലും. പിന്നെ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ദേവസ്വം ജീവനക്കാർ ശബരിമലയിലോട്ട് സ്ഥലം മാറി പോകുന്നവരുണ്ട്. അങ്ങനെ പല ഇതുണ്ട്. അങ്ങനെ ഒരു വലിയൊരു ബന്ധമുണ്ട്. കേൾക്കാൻ വളരെ വിഷമമാണ്. അതാണ് ഞാൻ ആദ്യം തന്നെ പറയാൻ കാര്യം.
ഇത്തരം വിവാദം ആകുമെന്ന് നമ്മൾ അന്ന് ധരിച്ചേ ഇല്ല. ഇതിലും അതിൻ്റെ യഥാർത്ഥ വിവരങ്ങൾ വെളി വരട്ടെ എന്നാണ്. അത് അയ്യപ്പൻ ഏതായാലും ഇത്രയും കാലം കഴിഞ്ഞാലും അത് തെളിയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ. ഇല്ലില്ല, നമ്മൾ ഈ നാട്ടിൽ ആരും ഇല്ല. ഇല്ല, ഒരാളെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ആന്റോ ആന്റണി വന്നില്ല, മറ്റവരൊക്കെ വന്നായിരുന്നു. ജയരാജ് സാറൊക്കെ വന്നായിരുന്നു. എല്ലാവരും ഉണ്ട്. നമ്മളെല്ലാവരും വിളിച്ച എല്ലാവർക്കും വളരെ സന്തോഷമായിപ്പോയി. നോട്ടീസ് ഞാൻ രണ്ടിൻ്റെ ഉണ്ട്. മണി കൊണ്ടുപോയിട്ട് ഏതോ നമ്മൾ അവിടെ വന്നുള്ളൂ. വരുമെന്ന് അറിയത്തില്ലായിരുന്നു. അവിടെ നോട്ടീസ് പേരില്ല. അതെ 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 അദ്ദേഹം എങ്ങനെ കൊണ്ടുപോകണം അതിന്നാണ് ഞാൻ പറഞ്ഞത്. ഈ വാസുദേവൻ്റെ ഉണ്ട്. ഈ അജികുമാർ എന്ന് പറഞ്ഞ ആളെ, അദ്ദേഹം ഒരു വഴിപാടുകാരനാണ്. അദ്ദേഹം ബാംഗ്ലൂരാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ ഈ അജിയുടെ വീട് നമ്മളെ നാട്ടിൽ തന്നെയാണ്. കുടുംബം പുള്ളി അവിടെ മറ്റേ വേറൊരു ബിസിനസ്സായിട്ട് അവിടെയാണ് താമസമെന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് കൊണ്ട് അല്ലാതെ തന്നെയാണെങ്കിലും അദ്ദേഹം നമ്മുടെ അമ്പലത്തിൽ വരികയും സഹകരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഒരിക്കലും അതൊരു മറ്റൊരു രീതിയിൽ നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ. ഇത് സംബന്ധിച്ച് ഈ വിവാദമൊക്കെ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ഈ അന്വേഷണം നടത്തുന്ന ദേവസ്വം വിജിലൻസ് എല്ലാം വിവരങ്ങളൊക്കെ ചോദിച്ചോ? ഇല്ല, ഇതുവരെ നമ്മളോട് ചോദിച്ചിട്ടില്ല. ഇല്ല, വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കണം. ചോദിച്ചാൽ ഈ കാര്യങ്ങളെല്ലാം ധൈര്യമായിട്ടും പറയാം. എല്ലാത്തിനും തെളിവുണ്ട്. ഉണ്ട്. ദേവസ്വം തന്ന അനുവാദത്തിൻ്റെ പേപ്പറുണ്ട്, നമ്മളടിച്ച നോട്ടീസിൻ്റെ ഉണ്ട്, എല്ലാം ഉണ്ട്. അതിലെന്ന് പറഞ്ഞാൽ ഞാനിപ്പം തന്നത് 2 മണി കൊണ്ടുപോയതിൻ്റെയും വാതിലിൻ്റെയും നോട്ടീസ് തന്നതാണ്. വേണ്ടവർക്ക് എഴുതി തരികയും ചെയ്യാം. അത് കുഴപ്പമില്ല. തന്നിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉണ്ട്.